നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതികളിലൊന്ന് സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. നിലവിൽ തുക വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമായി. കാരണം എത്രയും വേഗം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത്. അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങളും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളും വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തേത് പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടാണ്. 2000 രൂപയായിരുന്ന പെൻഷൻ തുക 3000 ഉയർത്തി. ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തുകയേക്കാൾ 25% തുക വർധനവ് ഉണ്ടാകും. മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണ തീയതികൾ ഉൾപ്പെടെ സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ മുൻ സർക്കാർ തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു വച്ചിട്ടുള്ളത്. 2000 രൂപ വീതം മെയ് മാസത്തെ പെൻഷൻ മുടക്കം കൂടാതെ നൽകുന്നതിനും അത് 25-ാം തീയതിക്ക് ശേഷം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ പാസാക്കിയിട്ടുണ്ട്. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെയായിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുക. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കാം 3000 രൂപ പെൻഷൻ വിതരണം നടത്തുക. പെൻഷൻ തുകയിൽ നിലവിൽ വർധനവ് ഏർപ്പെടുത്തുന്ന സമയത്ത് പുതുതായിട്ട് ഇതിനു വേണ്ടി അപേക്ഷകൾ നൽകേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെ വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും. നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് വർധനവ് ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി ക്ഷേമനിധി ബോർഡുകളിൽ ഇപ്പോഴും പല ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടിശ്ശിക ഉള്ള ക്ഷേമനിധി ബോർഡുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുടിശ്ശിക, ചെറിയ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ക്ഷേമനിധി ബോർഡുകൾ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പെൻഷൻ തുക 2000-ഉം 1600-ഉം ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡുകളും ഉണ്ട്. ഇവിടെയും ഇതേ രീതിയിൽ പെൻഷൻ വർധനവ് ഉണ്ടോ എന്ന കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ കൃത്യമായിട്ട് അറിയിപ്പുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും എല്ലാവർക്കും ഒരു തുല്യത ഉറപ്പുവരുത്തി 3000 രൂപ അടിസ്ഥാന പെൻഷൻ എന്ന രീതിയിലായിരിക്കും ആരംഭിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.